വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതെങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ റീഫണ്ടും കിട്ടുന്നത്. അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഫ്ലിപ്കാർട്ട് ആപ്പാണ്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് കോർണറിലായിട്ട് നമുക്ക് ഒരു 3 ലൈൻസ് ഇട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഓർഡേഴ്സിൽ വരിക. മൈ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഓർഡേഴ്സിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഡാഷ്ബോർഡ് വന്നു കഴിഞ്ഞാൽ ടോപ്പിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മൈ ഓർഡർ എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. മൈ ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. മൈ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഈ ലിസ്റ്റിൽ കാണും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്ന ഡെലിവേർഡ് ആയിട്ടുള്ള ഐറ്റം ക്ലിക്ക് ചെയ്യാം. ഡെലിവേർഡ് ആയിട്ടുള്ള ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ റിട്ടേൺ പോളിസീസാണ്. അപ്പോൾ ഫസ്റ്റ് റിട്ടേൺ പോളിസീസ് അറിയാനായിട്ട് നമുക്ക് ആ ഡ്രസ്സിൻ്റെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 3 ടൈപ്പ് ഓപ്ഷൻസാണ്. ചില പ്രൊഡക്റ്റുകളിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ചില പ്രൊഡക്റ്റിൽ റീഫണ്ടും കിട്ടും. ചില പ്രൊഡക്റ്റുകളിൽ എക്സ്ചേഞ്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡ്രസ്സുകളിലാണ് എക്സ്ചേഞ്ച് കൂടുതലായിട്ട്. ഇപ്പോൾ സൈസിൽ വല്ല വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് തുറന്നൊരിത്തിരി ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് സ്ലോ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ പോളിസിയുടെ അവിടേക്ക് പോകുക. ഇതിൽ കാണാം 30 days റിട്ടേൺ പോളിസി. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റിട്ടേൺ പോളിസീസ് എന്തിട്ടാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള 3 റിട്ടേൺ പോളിസീസ് അവൈലബിൾ ആണ്: റീഫണ്ട്, റീപ്ലേസ്മെൻറ്റ്, എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രത്യേകത നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും സേഫ്റ്റിക്ക് നല്ലതാണ് കേട്ടോ. ഈ വില കൂടിയ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ, ഫോൺസ് കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചുമ്മാ എടുത്ത് വയ്ക്കുക. വർത്താനൊന്നും പറയുന്നില്ല, ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ MRP ടാഗോ കാര്യങ്ങളോ ഒന്നും കളയാൻ പാടില്ല. എങ്ങനെയാണോ കിട്ടിയത് അതുമാതിരി തന്നെ തിരിച്ചു കൊടുക്കണം. അത്രയാണ് ഇതിൽ പറയുന്നുള്ളൂ. ചില പ്രോഡക്റ്റിന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിന് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഇതൊന്നും ചെക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അവിടേക്ക് വരികയാണ്. അപ്പോൾ അതെങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റിട്ടേൺ കൊടുക്കേണ്ടതെന്നാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് റീസൺ ചോദിക്കും റിട്ടേൺ ചെയ്യാനുള്ളതിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മിസ്സിങ്, പിന്നെ ബ്രോക്കൺ, അല്ലെങ്കിൽ സൈസ് വ്യത്യാസം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു സൈസ് വ്യത്യാസം തന്നെ കൊടുക്കുകയാണ്. സൈസ് വ്യത്യാസം കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽ ലാർജ് ആണോ സ്മോൾ ആണോ ചോദിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്നിനും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ ഐറ്റം ഈസ് ഡിഫറൻറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നത് കളർ വ്യത്യാസമാണ്, അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ കളർ വ്യത്യാസം കൊടുത്തു. കമൻറ്റ് എന്താണ് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കളറാണ് വന്നത്. ബ്ലാക്ക് കളറായിരുന്നു. ഐ ആം നോട്ട് ഗെറ്റ് ബ്ലാക്ക് കളർ ഈസ് ഡിഫറെൻറ്റ്. given color എൻ്റെ നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ അതിന് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ള റിട്ടേൺ വാട്ട് ഡിഡ് യു വാണ്ട് ഇൻ റിട്ടേൺ. അപ്പോൾ നമുക്ക് റീഫണ്ട് ആണോ റീപ്ലേസ്മെൻ്റ് ആണോ ചോദിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് റിട്ടേൺ സ്വീകരിക്കും. അറൗണ്ട് 4 hours ഉള്ളിലൊക്കെ റിട്ടേൺ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വേണ്ടത് ഞാനിപ്പോൾ അത് റിട്ടേൺ സബ്മിറ്റ് ഇത് കണ്ടിന്യൂ കൊടുക്കാം. ഇതിൻ്റെ ഉള്ള ഏത് ടൈമാണ് റീഫണ്ടാണോ ഇത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ റിട്ടേൺ സ്വീകരിക്കും. നമ്മുടെ ഈ പറഞ്ഞ അഡ്രസ്സിൽ കാണിച്ചുള്ള പിക്കപ്പ് അഡ്രസ്സിൽ വന്നിട്ട് ആ ഡെലിവറി ബോയ് അത് സ്വീകരിക്കുന്നതാണ്, പിക്കപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. 4 hours ഉള്ളിൽ റിക്വസ്റ്റ് സ്വീകരിക്കും. മാക്സിമം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ വന്നിട്ട് ആ പ്രോഡക്റ്റ് തിരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ള റീഫണ്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ റീഫണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ പോകണം. അപ്പോൾ ഇതാണ് റീഫണ്ട് ചെയ്തൊരു പ്രൊഡക്റ്റ്, ബെൽറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് 17-ാം തീയതി ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞിട്ട് 19-ാം തീയതി നമുക്ക് ഓർഡർ ഡെലിവേർഡായി. പിന്നെ റിട്ടേൺ കൊടുത്ത അന്ന് തന്നെ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ നമുക്ക് 10:42 റിട്ടേൺ ഫയൽ ചെയ്തു. 2:35 അത് ആക്സെപ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ നമുക്ക് പിക്കപ്പ് ചെയ്തു. ഇവർ പറഞ്ഞിട്ടുള്ള 7 ദിവസത്തിൻ്റെ ഉള്ളിൽ റീഫണ്ട് ആവുമെന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് പിറ്റേ ദിവസമല്ല, പിക്കപ്പായിട്ട് ഒരു
6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ പൈസ റീഫണ്ടായി. പിന്നെ വേറൊരു ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ഞാനൊരു പാൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സൈസ് ചേഞ്ച് ഉണ്ടായിരുന്നു. 30 സൈസ് ഓർഡർ ചെയ്തു. എനിക്ക് 32 വേണ്ടത്. അപ്പോൾ ഞാൻ 30 ഫസ്റ്റ് സൈസ് ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാൽ ഡെലിവറി ആയി. ഞാൻ അന്ന് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പിക്കപ്പിന് വരുന്ന ദിവസമാണ് റീപ്ലേസ്മെൻ്റ് ഉള്ളത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉള്ള പ്രൊഡക്റ്റുകൾ ഡെലിവേർഡ് ആവുന്നത്. എന്നാണ് പിക്കപ്പിന് വരുന്നത് അന്ന് തന്നെ പുതിയ പ്രൊഡക്റ്റും കൊണ്ട് അവർ വരും. അപ്പോൾ 14 തീയതി നമുക്ക് റിട്ടേൺ കൊടുത്തു. 20 തീയതി എനിക്ക് പുതിയ പ്രൊഡക്റ്റ് 14 തീയതി കൊടുത്തു. 16 തീയതി എനിക്ക് പുതിയ പ്രൊഡക്റ്റ് വരും ചെയ്തു. പഴയ പ്രൊഡക്റ്റ് അവർ വാങ്ങി പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഓർഡർ പെട്ടെന്ന് എനിക്ക് സാധനം ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി. പിന്നെ എനിക്ക് അപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് പേയ്മെൻറ്റ് തിരിച്ചു വന്നപ്പോൾ ഓർഡർ അപ്രൂവായി. ഷിപ്മെൻറ്റ് കഴിഞ്ഞു. ഷിപ്മെൻറ്റ് വന്നിട്ട് ഇത് ന്യൂഡൽഹിയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാൻസലേഷൻ കൊടുത്ത് ഷിപ്മെൻറ്റ് ഓട്ടോമാറ്റിക് ക്യാൻസലായി 18 തീയതി. ഞാൻ എത്രാം തീയതി ഓർഡർ കൊടുത്ത്? 18 തീയതി തന്നെ കാലത്താണ് ഓർഡർ കൊടുത്തത്, പുലർച്ചയ്ക്ക്. ഞാൻ രാത്രി അന്നത്തെ ദിവസം രാത്രി തന്നെ അത് ക്യാൻസൽ കൊടുത്തു. ഷിപ്മെൻറ്റ് അത്ര ഫാസ്റ്റ് ആയിരുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് അപ്പോഴേക്കും മെറ്റീരിയൽ ഡിസ്പാച്ച് ആയിട്ടുണ്ടായിരുന്നു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഷിപ്മെൻറ്റ് ക്ലോസ് ആയി. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ എനിക്ക് റീഫണ്ടായി. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എന്തുകൊണ്ടും എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം റീഫണ്ട്. പിക്കപ്പ് മെറ്റീരിയൽ വേണ്ടെങ്കിൽ അത് ഡെലിവറി ബോയ് ഒന്ന് പിക്കപ്പ് ചെയ്ത് അത് കൊണ്ടുപോയിട്ട് പിക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ വന്നിരുന്നു. പിന്നത്തേന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൈസ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എക്സ്ചേഞ്ചിലാണെങ്കിൽ എനിക്ക് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ മാത്രമാണ് പഴയ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പോവുള്ളൂ. അത്രയാണ് എനിക്ക് എക്സ്ചേഞ്ചിലും ഒരു ഇതായിട്ട് തോന്നിയത്. അതൊരു പ്രശ്നമുള്ള അങ്ങനെയാണല്ലോ. അല്ലാണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്ത് സാധനം കൊണ്ടുപോയി പിന്നെ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്ത്. അപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും, ക്യാഷ് ഓൺ ഡെലിവറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നുള്ളത് ഇപ്പോൾ റീഫണ്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് വീണ്ടും കാണിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാനെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത സാധനങ്ങളായിരിക്കും. മീൻസ് നെറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്തായിരിക്കും, BMAP എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റീസൺ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ റീസൺ കൊടുത്തു, പിന്നെ കമൻറ്റ് കൊടുക്കും. എന്തെങ്കിലും കാരണം എന്നിട്ടാണ് കളർ ഡിഫറെൻറ്റ് കളർന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ചുമ്മാ എക്സാമ്പിളായിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിലായിട്ട് ഇപ്പോൾ ഈ റീഫണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പേയ്മെൻറ്റ് മോഡ് എന്നുള്ളതുണ്ടല്ലോ, അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരെയാണ് പറയുന്നത്. ആ പിക്കപ്പ് അഡ്രസ്സിൽ നിന്ന് നമ്മുടെ സാധനം പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ തിരിച്ചു വരുന്നതാണ് അവർ പറയുന്നത്. ബട്ട് ഇൻ കേസ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു തരാൻ പറയും. അതാണ് ഞാൻ പറയാൻ മറന്നതല്ല, പെട്ടെന്ന് ആ സ്പീഡിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും പിക്കപ്പ് ബോയ് ഒരിക്കലും നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടൊന്നും തരില്ല. നമ്മുടെ അക്കൗണ്ടിലായിരിക്കും പൈസ അവർ ഇട്ട് തരിക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഏത് പ്രൊഡക്റ്റായാലും റീപ്ലേസ്മെൻറ്റ് പോളിസീസ് ഉള്ളത് അല്ലെങ്കിൽ റിട്ടേൺ പോളിസീസ് ഉള്ള ഏത് പ്രൊഡക്റ്റിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.